അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഇന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ വടകര എന്ന് പറഞ്ഞ സ്ഥലത്തെ ക്രാഫ്റ്റ് വില്ലേജിലാണ്. സർഗാലയ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കിന്ന് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. കോഴിക്കോട് കണ്ണൂർ റോഡാട്ടോ ഇത്. അപ്പം ഹൈവേ കൂടി പോകുമ്പം ലെഫ്റ്റിലേക്ക് തിരിയുക. ഇതുണ്ട് തൊഴിലാളികൾ. സർഗാലയ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത്. ക്രാഫ്റ്റ് വില്ലേജ് എന്നും പറയുന്നുണ്ട് ഇതിനെപ്പറ്റി. അപ്പോൾ ഇത് ഇപ്പോൾ പുതിയതൊന്നുമല്ല, കുറേ വർഷങ്ങളായിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതിനകത്ത് പുതിയ കുറച്ച് പരിപാടികളൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയ സമയത്തുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്തുള്ളത്. 2007 തുടങ്ങിയ പരിപാടി കേട്ടോ ഇത്. ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ അണ്ടറിലാണ് ഇതുള്ളത്. സർഗാലയ. ഇനി എന്തൊക്കെയോ പരിപാടികൾ ഇതിനകത്ത് പുതിയതായിട്ട് വന്നുകൊണ്ടിരിപ്പുണ്ട്. ആനേൻ്റെ രൂപമൊക്കെ പുതിയ ഉണ്ടാക്കി വെച്ചേക്കാൻ തോന്നുന്നു. ഇതുവരെ പ്രദർശിപ്പിച്ചിട്ടില്ല. കൃഷ്ണനും രാധയുണ്ട്, കഥകളിയുണ്ട്, ഗണപതിയുണ്ട്, ആവാടപ്പെട്ടികളുണ്ട്, ഒരു ആനച്ചേട്ടനുണ്ട്, നെറ്റിപ്പട്ടം കിട്ടിയ ആനകൾ, ബുദ്ധേട്ടൻ, മറ്റേ വാട്ടർ ഫൗണ്ടൻ അല്ലേ, എന്താണ് എൻ്റെ അമ്മ ഇതെന്നാ സാധനമായിരുന്നു? ഇത് കണ്ടില്ല കേട്ടോ. ഈയോ ദിനോസറിനെ കുഞ്ഞിനെ കണ്ടില്ല ഇതേവരെ. ഈയോ അതൊരു വല്ലാത്ത ദിനോസർ തന്നെ. രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ദിനോസറിന് ചുറ്റും. വാഷ് ബേസിൻ അല്ലേ ഇത്? തടി കൊണ്ടുള്ള വാഷ് ബേസിനോ? എൻ്റെ അമ്മ നല്ല നനവുണ്ട് കേട്ടോ. ഇത് തടി കൊണ്ടുള്ള വാഷ് ബേസിൻ അല്ലേ ഇത്? ബേസൺ സ്റ്റാൻഡ് 4000 ഉണ്ട്, 12,000 ഉണ്ട്. ഇത് സീറ്റയിലിടുന്നു. പെയിന്റിങ്ങുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങോട്ട് നോക്ക്, തടി കൊണ്ടുള്ളതാ ഫുള്ള്. നല്ലൊരു പെയിന്റിങ്. ഇതൊക്കെ ഓരോന്നാട്ടോ. ഇതാരാ? ഇതൊരു ആനയുടെ തല. സീറ്റൊക്കെ ഉണ്ട് ഉള്ളിൽ കൂടി. ഇവരുടെ റേറ്റ് എത്രയാണോ? 10,000. ഇതൊക്കെ ഈ ഭിത്തിയിൽ ഇങ്ങനെ പകുതിയായിട്ട് വെക്കുന്ന രൂപങ്ങളുണ്ടല്ലോ, മാൻ്റെ തലയും പോത്തിൻ്റെ തലയൊക്കെ അതുപോലെ വെക്കുന്ന സംഭവം തോന്നുന്നു. കപ്പൽ ഏതായാലും അടിപൊളിയായിട്ടോ. ഇതൊക്കെ വലിയ ടീമുകൾക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും. അത്രയും സ്ഥലം വേണം വീട്ടിൽ വെക്കണമെങ്കിൽ. ഒരു കൂട്ടം ആനകൾ, കുറേ ചിരട്ടേൻ്റെ തവിയൊക്കെ ഉണ്ട് കേട്ടോ. 40 രൂപ. ഇതെന്നാ സാധനം? ഇതെന്താ പപ്പടം കുത്തിയാ? ഇത് പപ്പടം കുത്തിയാണോ?
വീട്ടിലുണ്ടാക്കി തരുന്നത്. അത് പപ്പടം കുത്തിയാണ്. പപ്പടം കുത്തിയുണ്ട്. ഇവിടെ കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. തവിയുണ്ട്, വലിയ തവി, 140 രൂപ. 260 രൂപയുടെ അത്യാവശ്യം വലിയൊരു തവി. എല്ലാം ചിരട്ടയിലാട്ടോ. അവളവിടെയുള്ള തവി എല്ലാം എടുത്തുകൊണ്ട് വരാൻ തോന്നുന്നു. ഇത് നോക്ക്, എലഫൻ്റ് വിത്ത് ബേബി. $3000. അപ്പോൾ അവിടെ നിന്ന് പുറത്തിറങ്ങി ഇനി അടുത്ത ബ്ലോക്കിലേക്ക് പോവാട്ടോ. ഇത് ഒറിജിനൽ തോണിയാണോ? ഒരു വമ്പൻ തോണി അങ്ങ് നിർത്തിട്ടേക്കുക. അല്ല, ഇത് പാട്ട കൊണ്ടുണ്ടാക്കിയ തോണി. ഇത് മാതൃക ഉണ്ടാക്കിയിട്ടേക്കണേ, പക്ഷേ ഒറിജിനൽ തോണി പോലെ തന്നെ കേട്ടോ. നല്ല വലുപ്പമുണ്ട്. ചുണ്ടൻ വെള്ളം ഇതൊക്കെ തന്നെയാണ്. ഒറിജിനൽ പോലെ ഇരിപ്പുണ്ടല്ലോ രണ്ടുപേരും. പട്ടിയും പൂച്ചയും ഒരുമിച്ച്. മുയലും ആമയും ഒരുമിച്ച്. കുരങ്ങേട്ടനും അണ്ണാനും ഒരുമിച്ച്. അയ്യോ, കേള് ഞണ്ട്. ഇതാട്ടോ ഒറിജിനൽ കഥകളി രൂപം. അതിൻ്റെ സൈസാണ് ഇത്. അവിടെ അടുത്ത് നിന്ന് കണ്ടല്ലേ, ഇത്രയും വലിയ രൂപ. ഇതന്നെ വലിയൊരു ഫാമുണ്ട് വെച്ചേക്കണേ. MT വാസുദേവൻ നായർ. ഇതിനകത്ത് ചെറിയൊരു മാതൃക വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഇവരുടെ ഈ സംഭവത്തിൻ്റെ ഫുള്ള് രൂപകൽപ്പന ഇതിനകത്തൂടെ ഉണ്ട്. ഇവിടെ ഫുള്ളൊരു ലേക്കൊക്കെ ആയിട്ട്. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ അതുപോലെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. അവിടെ അതൊക്കെ കാണും, ലേക്കൊക്കെ അവിടെ ഉണ്ട്. നോക്കൂ പിന്നെ കലമാന്. ഒറിജിനൽ പോലെ തന്നെയുണ്ട് കേട്ടോ. എന്താ ഭംഗി. ഇനി അടുത്തത് ഇത് ഫുള്ള് മാല, വള, കമ്മൽ. എല്ലാവരും ഉണ്ട് കേട്ടോ ഇതിനകത്തോടെ. നോക്ക് പൊന്മാൻ നോക്ക്. ഇതാണ് പൊന്മാൻ. നിൽക്കണം. എല്ലായിടത്തോടെ ഉണ്ട് എല്ലാവരും. അനന്തശയനമല്ലേ ഇത്? സൂപ്പർ കോഴിയാട്ടോ, അടിപൊളി കോഴി. മൂങ്ങ, ഹനുമാൻ സ്വാമി സെറ്റപ്പ്. നല്ല ഒറിജിനാലിറ്റി കേട്ടോ. രോമൊക്കെ അതേപടി. നെഞ്ചിലേക്കൊക്കെ നോക്ക്. ഇതിൻ്റെ പുറകിലേക്ക് ഇത് തന്നെ കേട്ടോ, പക്ഷിമൃഗങ്ങൾ തന്നെ. എന്തോ വലിയൊരു കൊഞ്ചല്ലേ അത്, കൊഞ്ച്.
ഓരോ സ്റ്റാൾ ഓരോരുത്തരുടെ കയ്യിലാട്ടോ അവരിങ്ങനെ വിൽപ്പന നടത്തിവിടുന്നത്. ഈ എലീനൊക്കെ നോക്കി എന്തോ ഒറിജിനാലിറ്റി ആണ്. അതേപോലെ ഈ കോഴി ரொம்ப സൂപ്പർ. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട കോഴിയും ജീവികളൊക്കെ ഉണ്ടാക്കിയത് എന്താ ഈ നിൽക്കുന്ന ആളാട്ടോ. ഇതിനകത്തേക്ക് ഒരു ചൂരൽ കൊട്ടകളുടെ ഒരു സ്റ്റാളാട്ടോ ഇത്. ഇതിപ്പോൾ പൂക്കളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സ്റ്റാളാട്ടോ. പൂക്കൾ ഈ ചേച്ചി ആട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ചേച്ചി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. സാധനങ്ങളൊക്കെ ഇവരിവിടെ ഉണ്ടാക്കുന്ന കേട്ടോ. കൊട്ടകളൊക്കെ ഇവിടെ തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ചൂരിലൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാം ഇവിടെ നിന്ന് തന്നെ അസംബിൾ ചെയ്യുന്നത്. എല്ലാ സാധനം അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞത്. ഞാൻ കണ്ടു കേട്ടോ, ഒരു പ്രായമായിട്ടുള്ള ഒരു അമ്മച്ചിരുന്ന് കണ്ടില്ലേ ചകിരിയുടെ തൊണ്ട് വിളിക്കുന്നു. സംഭവം വർക്കാട്ടോ. രണ്ടുപേരും ഉണ്ടല്ലോ. തെയ്യത്തിൻ്റെ പരിപാടികളാട്ടോ ഫുള്ള്. അടുത്ത സ്റ്റാളിലെത്തി. ഒരു രക്ഷയില്ലാത്ത സ്റ്റാളാട്ടോ. കാരണം ഇതാ കിടക്കണ കണ്ട. ഇനിയിപ്പം വിടൂല. എല്ലാ ഐറ്റവും ഉണ്ട്. മാലയ്ക്ക് മാല, വളയ്ക്ക് വള, കാർപ്പറ്റ് ഉണ്ട് കേട്ടോ. ചകിരീൻ്റെ മുമ്പോ എന്തൊരു കട്ട് ചെയ്തതിന്. നല്ല ചവിട്ടിയാ. എല്ലാം ചകിരിയാ. ദൂര ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കണം. എന്തൊരു കഷ്ടപ്പാടായിരിക്കും. എന്തൊരു കട്ട് ചെയ്തിനൊക്കെ. അതിൻ്റെ വിലയും കൂടി നോക്കാം നമുക്ക്. എല്ലാ ഐറ്റം ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ 340. ഇതൊക്കെ അവിടെ കിട്ടുന്ന കൂടെ സാധാ. പെണ്ണുങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്.
ഇതൊക്കെ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നതാണോ ചേച്ചി? എല്ലാം ഉണ്ടാക്കുന്ന ഇതോ കമ്മലൊക്കെയോ? അത് ശരി. ഇതൊക്കെ ചകിരിനാരായിരുന്നു. ഇതൊക്കെ ചകിരിനാരാന്ന്. ചകിരിനാരും കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാം അല്ലേ? ഇത് രാമച്ചമാണല്ലോ. രാമച്ചം എന്താ മണം എന്നറിയോ? ഒറിജിനൽ രാമച്ചം നമ്മുടെ അവിടെയൊക്കെ കിട്ടണേ. ആഹാ, ചില ഹോട്ടലിലൊക്കെ വെള്ളത്തിന് കിട്ടി ഒറിജിനൽ. നല്ല അടിപൊളി മണം. നോക്ക്, ഇവിടേക്കുള്ള സാധനങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള മുളയ്ക്കുന്നവർക്ക് വേറെ പോകേണ്ടി വരില്ല, ഇവിടെ തന്നെ ഉണ്ട്. ഇതെന്നാ ബാഗ് ഹൗസാ? പണ്ടത്തെ നെയ്ത്തുപകരണം. രാമച്ചം മൊത്തം വിൽക്കാനുണ്ടല്ലോ. 40 രൂപ, 40 രൂപ പാക്കറ്റിന്. ഒറിജിനൽ രാമച്ചമായിരിക്കും, മേടിക്കാം. അവർ വരട്ടെ. രാമച്ചം കൊണ്ടുള്ള വിശറി. രാമച്ചത്തിൻ്റെ വിശറിയില്ലേ? രാമച്ചം ചെരുപ്പുകൾ. തൊപ്പി, എല്ലാ പരിപാടിയും ഉണ്ടല്ലേ? കോക്കനട്ട് ഷെൽ ഹാൻഡ് ക്രാഫ്റ്റ്. ചിരട്ട കൊണ്ടുണ്ടാക്കിയ സാധനങ്ങളല്ല. ഓഹോ, ഇതൊക്കെ ചിരട്ട കൊണ്ടുണ്ടാക്കിയതാണ്. എന്നിട്ട് പെയിൻ്റ് അടിച്ച് പോളിഷ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതൊക്കെ ചിരട്ടയല്ലേ? ചിരട്ടയാണ്. ചിരട്ട. ആ, നമുക്ക് നമ്മുടെ കാർട്ടൂണിൻ്റെ ആൾക്കാർ ഫുള്ളുണ്ട്. ഇതുണ്ടാക്കുന്ന ആളിരിക്കുന്ന സ്ഥലം കേട്ടോ. ഇത് ഈ സാധനത്തിൽ മണ്ണിങ്ങനെ വെച്ച് കറക്കിയാണ് ഉണ്ടാക്കണത്. ഇതിലിപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയാന്ന് പറഞ്ഞു. ഈ സംഭവം കണ്ടോ? ഇതൊരു എന്താണ്, ഒരുതരം മൈക്ക്, മെഗാഫോൺ. ഫോണ് ഇവിടേക്ക് ഇങ്ങനെ കയറ്റി വയ്ക്കുക. അപ്പോൾ ഇതിൽ കൂടി ഇങ്ങനെ സൗണ്ട് നല്ലപോലെ കേൾക്കുമെന്നാണ് അവർ പറയുന്നത്. കണ്ടില്ലേ? മൊബൈൽ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് കപ്പിലിറക്കി വയ്ക്കുക. വെച്ച് നോക്കി ചെറിയൊരു സൗണ്ടേ വരുന്നുള്ളൂ, എന്നാലും കുഴപ്പമില്ല. പക്ഷെ സംസാരിക്കുമ്പോൾ നല്ലപോലെ വരുമായിരിക്കും കേട്ടോ. ഇതെന്താ വെച്ചാൽ മീനെ കൊണ്ട് കടുപ്പിക്കണ പരിപാടി. 50 രൂപ കണ്ടേ ഉള്ളൂ. അത് കൊടുത്താൽ ഒരു 5 മിനിറ്റ്
കാലയിൽ മീനെ കൊണ്ട് കടിപ്പിക്കാം. അടുത്ത സ്ഥലത്ത് എത്തി കേട്ടോ. ആനകളുടെ വിഹാര കേന്ദ്രം ഇവിടെ. ഇതെൻ്റെ അമ്മച്ചി എന്തോരം ആനകളാണ്. നെറ്റിപ്പട്ടിട്ടത്, പട്ടിടാത്തത്. അമ്പ ഈ ആനേൻ്റെ വില ഇതിനകത്ത് തന്നെ കൊമ്പേ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. 12,500 1000 വില. 3,25,000 രൂപ ഈ ആനയുടെ വില. ഒരു കാറ് കിട്ടുമല്ലോ ഈ പൈസക്ക്. തടി 3,4 ലക്ഷം രൂപയുടെ ആന. വർക്കുണ്ട് കേട്ടോ, അമ്മാതിരി വർക്കൊക്കെ ഉണ്ട്. പക്ഷെ തടി നല്ല അടിപൊളി എന്തെങ്കിലും തടിയായിരിക്കും. ഇല്ലാന്നൊരു പിടുത്തമില്ല. തേക്കായിരിക്കാം. ഇതാണ് പറ. സ്കൂളിൽ പഠിപ്പിക്കുന്ന പറ. തടി കൊണ്ടുള്ള പറ. പറ പനയിലെ പറ ഒരുപാടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ അടുത്ത സ്ഥലത്ത് കയറിയൊക്കെയാണ്. ഇത് കൈത്തറി ഉൽപ്പന്നങ്ങളാട്ടോ ഫുള്ള്. പോളിസ്റ്ററിൻ്റെ നൂല്, ലിനൻ, കോട്ടൺ. ഇതെന്നാ സാധനമാണ്? എന്തൊരു സാധനം. ഇത് ഫുള്ള് കൈത്തറി ഉൽപ്പന്നങ്ങളാണെന്ന് പറഞ്ഞത്. കൈത്തറിയുടെ ഒരു എന്താ സുഖം എന്നറിയാ തൊടുമ്പം. ഇങ്ങോട്ട് വരുമ്പോഴാണ് കൈത്തറി തറിമില്ല്. ഇത് കണ്ടില്ലേ, നൂൽക്കുന്ന വലിയ വലിയ മെഷീനുകൾ. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ, ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഉണ്ടാക്കി പകുതി എത്തിയതാണ് ഇത്. നമുക്ക് ഇനി ഇത് അടിക്കാനുള്ളതാണ്. ഇത് അടിച്ചു കഴിയുമ്പം ഇതുപോലെ തുണിയായിട്ട് വരും. ഇത് വേറൊരു ഡിസൈനിലുള്ള ഇത് നൂല് വട്ടം കിടക്കുന്ന ഗാന്ധിജിയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കൂട്ട് സാധനം. എന്താ ഇതെന്തിനാ ഉപയോഗിച്ച്? പിള്ളേർക്കുടെ ഉടുപ്പൊക്കെ ഉണ്ട് കൈത്തറിൻ്റെ. എല്ലാവർക്കുടെ ഉടുപ്പുകളും ഉണ്ട് കേട്ടോ. നമുക്ക് കൈത്തറി കൊണ്ടുള്ള ബാഗുകൾ, ചെറിയ ബാഗുകൾ, പെണ്ണുങ്ങൾക്കുള്ള. ഇതൊക്കെ എന്താണ്? ഷാളുകൾ എല്ലാം ആയിട്ടുണ്ട്. ചെറിയ ഹാൻഡ് ബാഗ്. ഈ ഹാൻഡ് ബാഗൊക്കെ കൊള്ളാലോ. നോക്ക്, ബാഗ് കണ്ട. ഇതൊക്കെ ഉദ്ദേശം എത്ര വരും, വില വരും? ചെറിയ ത്രികോണം പോലെയുള്ള ബാഗ്. ഇത് വലിയ ബാഗ്. ഇങ്ങനത്തെ പണിക്കാർ ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഇവിടെ ഇരുന്ന് എന്തൊക്കെയോ പണിയാണ്. പക്ഷെ അങ്ങനെ തന്നെ നിൽക്കുള്ളൂ എന്നേ ഉള്ളൂ. എന്തോ പണി ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആരോ സ്റ്റാച്ചു ആക്കിയതാണ്. പെയിൻറ്റിങ്. നമുക്ക് നമ്മൾ ഈ വഴി സൈഡിൽ കാണുന്നൊരു പുല്ലുണ്ടല്ലോ, ആ പുല്ല് വെച്ചുണ്ടാക്കിയ കളറടിച്ച്. ഇത് ആലിൻ്റെ ഇല എന്ന് തോന്നുന്നു. ഇതൊരു പെയിൻറ്റിങ് കേട്ടോ. നോക്ക്, അതിൻ്റെ ഒരു മാതൃക തന്നെ നോക്ക് പെയിൻറ്റിങ്ങിൻ്റെ. ഈ ആർട്ടിസ്റ്റിൻ്റെ കേട്ടോ പെയിൻറ്റിങ്സ്.
ഇത് എൻ്റെ കയ്യിലുണ്ട്, ഇഷ്ടമുണ്ടോ ഇതൊക്കെ? ഇതിൻ്റെയൊക്കെ വീട്ടിലെ ഭിത്തിയിലെ പുതിയ പെയിന്റിങ് തുടങ്ങുക. ചേട്ടൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ അല്ലേ കൊടുത്തേക്കണേ? ഇത് പണ്ടാന്നിട്ട് കളിപ്പാട്ടം ഒരുപാടുണ്ടല്ലോ. ഇതിപ്പോ അവിടെ ഒരു ചേട്ടൻ ഉണ്ടാക്കുന്നതാണ്. ചെറിയ ചെണ്ട നോക്ക്, മുട്ട കോഴി, ആറോ മുട്ട. ഏതാ അതെടുത്ത് ചെയ്ത് നോക്ക്. ഫോർമുല 1 കാർ. അത് തിരിക്കുന്നത് 2 കൈ കൊണ്ട് ചെയ്ത് നോക്ക്. അങ്ങനെ നമ്മൾ നടന്ന് വേറൊരു ഭാഗത്തെത്തിട്ടോ. ഇത് ചെറിയ ലേക്ക് പോലുള്ള സെറ്റപ്പാട്ടോ, ഉണ്ടാക്കി വരുന്നതേ ഉള്ളൂ. സിമെൻ്റൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി വരുന്നതേ ഉള്ളൂ. അടിപൊളിയാട്ടോ ഇത്. വെള്ളം കൂടി വന്ന് നിറഞ്ഞു കഴിഞ്ഞാൽ സെറ്റപ്പായിരിക്കും ഇത്. കണ്ടില്ലേ, നല്ല സ്റ്റേഡിയം പോലെ ഇങ്ങനെ ഇരിക്കാൻ ഉള്ള വഴി ഇതൊക്കെ ഉണ്ട്. ചെറിയൊരു കൊളാക്കാനിത്. ഇതേതോ കോറിയായിരുന്നു കേട്ടോ. നല്ല കോറി പോലത്തെ പാറ കിടന്നതാണ്. ഒക്കെ പൊട്ടിച്ച് വെള്ളക്കെട്ട് പോലെ ആക്കിയതാണ്. ഇതുണ്ടല്ലേ, നടന്നു പോകാനുള്ള സംഭവങ്ങളൊക്കെ ഇട്ടേക്കുന്നതാണ്. ബോട്ട് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നിരിക്കും. അതാ ബോട്ടുണ്ട്. ഇതെന്തായാലും അടിപൊളിയായി. ഇതുവരെ സിമെൻ്റൊക്കെ ഇട്ട് വെച്ചേക്കുക കുറയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് പുതിയ ഉണ്ടാക്കിയതൊക്കെ. നിങ്ങൾ താടിയും വറപ്പിച്ചോണ്ടിരിക്കണം. നോക്ക്, മീൻ വല്ലതും തിന്നിട്ട് അയവറക്കണേന്ന് തോന്നുന്നു. കുറേ പേരുണ്ടല്ലോ. നമുക്കൊരു കുടിലിൻ്റെ മാതൃക, വൈക്കോല് മേഞ്ഞ വീട്, അതിൻ്റെ അടുത്തൊരു മാൻകുട്ടി, ഒരു ചെവി പോയ മാൻകുട്ടി. ഇവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ. ശ്രീനാരായണ ഗുരുവൊക്കെ ഉണ്ട്. അവരുടെ വർക്കൊക്കെ അടിപൊളിയാട്ടോ. നാരായണ ഗുരു, പിന്നെ ജോലിക്കാർ, സ്റ്റാച്ചു ആയ 2 ജോലിക്കാർ, അമ്മച്ചി. ഇവിടെ ഭയങ്കര വർക്കാട്ടോ നടന്നുകൊണ്ടിരിക്കണേ. അവിടെയാണ് ആ ലേക്കുള്ളത്. ആ ലേക്കിൻ്റെ അവിടെ ഇങ്ങനെ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കി കൂട്ടുന്നുണ്ട്. ഇതൊക്കെ നോക്ക്, ഇവരെന്താ ഒറിജിനൽ വർക്കായിട്ട് ഉണ്ടാക്കിയേക്കണേ നോക്ക്. ഇത് കണ്ടാൽ ഒരു നിമിഷത്ത് ഒറിജിനൽ ആളാണെന്ന് നമ്മൾ വിചാരിച്ചു പോകും. ഉണ്ടല്ലേ? അപ്പോൾ നമ്മൾ ബോട്ടിംഗ് ഉണ്ടെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയി നോക്കുകയാണ്. അവിടെ ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയത്തില്ല. അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ട് ഏതായാലും പോയി നോക്കാം. മൊത്തം പണിക്കാരാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഉണ്ടെന്ന് തോന്നണം. ഉണ്ട് കേട്ടോ, ബോട്ടിംഗ് ഉണ്ട്. നമ്മൾ അവിടെ കണ്ട പോലെ അല്ലല്ലോ. ഇത് കായലാണോ? ആ ലേക്കിലല്ല ഇത് ശരിക്കും. ഇത് ശരിക്കും ഒരു കായലോ പുഴയോ
ബോട്ടിംഗ് പോയിന്റ്. അപ്പം നമ്മൾ ഇതേ സ്യൂട്ടൊക്കെ ഇട്ടിട്ട് കയറാൻ പോവാട്ടോ. ഒരു ഫോട്ടോ എടുത്ത്. അപ്പം നമ്മൾ വന്നപ്പം ഒരു ബോട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പം അതിൽ പോകാൻ തുടങ്ങും കേട്ടോ. പാട്ടൊക്കെ വെക്കുന്നുണ്ട്, പാർട്ടി ബോക്സിൽ പാട്ടൊക്കെ വെക്കുന്നുണ്ട്. നമ്മൾ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയിട്ടോ. അരമണിക്കൂർ ബോട്ട് യാത്ര ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെയുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇതിൻ്റെ അടിയിലല്ലേ? ആ അതെ അതെ. പക്ഷേ ഇത് തീരെ കുറവല്ലേ, അങ്ങോട്ടൊക്കെ പോകുമ്പോൾ തീരെ ഇല്ലല്ലോ. നശിപ്പിച്ചു എല്ലാവരും കണ്ട. അതല്ലാതെ എല്ലാവരും ഈ വളവട്ടം ഭാഗത്ത്, കണ്ണൂർ ഭാഗത്തെല്ലാം ട്രെയിനിൽ പോകുമ്പോൾ കാണാം. അപ്പോൾ ഈ കാണുന്ന കേട്ടോ കണ്ടൽക്കാട്, ആകെ കുറഞ്ഞ ഭാഗത്തേ കാണാനുള്ളൂ. പോകുന്ന വഴിക്കൊന്നും അധികമല്ല. പക്ഷെ നമ്മൾ കണ്ണൂർക്ക് പോകുമ്പോൾ ട്രെയിനിൽ പോകുമ്പോൾ ഇത് ഒരുപാട് കാണാനുണ്ട്. ഇതിൻ്റെ ഉള്ളിലാണെന്നാണ് പറയുന്നത് മീനുകളൊക്കെ, കുഞ്ഞുങ്ങളൊക്കെ കൊക്കുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് നടക്കുന്ന സ്ഥലം. ഇവിടെ കണ്ടില്ല, വല കെട്ടി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മീൻപിടുത്തത്തിന് വേണ്ടിയിട്ട് വെച്ചേക്കണതായിരിക്കും, അല്ലെങ്കിൽ മീൻ കുഞ്ഞുങ്ങളെ വളർത്താൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ഇനി തിരിച്ച് പോവാട്ടോ. ബോട്ട് യാത്ര അരമണിക്കൂറുണ്ടായിരുന്നു. പിന്നെ എന്താണ് പറയാൻ മാത്രം കാഴ്ചകളൊന്നുമില്ല ബോട്ട് യാത്രയിൽ അല്ലേ? അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് കാണാൻ കാഴ്ചകളൊന്നുമില്ല. അപ്പോൾ ഇനി നമ്മൾ നേരെ തിരിച്ചു വിടുകയാണ്. ഇത് മൊത്തം എന്താണ് ചതുപ്പ് സ്ഥലം കേട്ടോ. ആ പുഴയോട് ചേർന്ന് കിടക്കുന്ന ചതുപ്പ് സ്ഥലം. ഇത് ഈ കാണുന്ന മൊത്തം കണ്ടൽക്കാട്. അപ്പോൾ ഇപ്പോൾ ആളുകളൊക്കെ കൂടി വരുന്നുണ്ട് കേട്ടോ. വൈകുന്നേരം ആയപ്പോഴും ആളുകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പോയത് സംഭവം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് അത് കായലാണ്. കായലല്ല, അത് ശരിക്കും ഇരിങ്ങൂറോ അങ്ങനെ എന്തോ വടകരപ്പുഴയോ ഒരു പുഴ തന്നെയാണ് സംഭവം, കായലല്ല. പിന്നെ അതിനോട് ചേർന്ന് തന്നെയാണ് കടലുള്ളത്. ഹാർബറൊക്കെ കണ്ടില്ലേ മീൻ പിടിക്കുന്നത്. അതാ ഇപ്പം നിറച്ചും വണ്ടികളും വന്നു. ഇപ്പോൾ ഈ സമയത്താണ് ആൾക്കാർ കൂടുതലായിട്ടും വരുന്നത്.
പിന്നെ ബോട്ട് യാത്ര എന്ന് പറയുമ്പോൾ ഒരു അരമണിക്കൂർ ഇങ്ങനെ നമുക്ക് കാറ്റൊക്കെ അടിച്ചങ്ങനെ ഇരിക്കാം. വളരെ പതുക്കെയാണ് ബോട്ട് വിടുകയുള്ളൂ. അപ്പം ഒരു ചെറിയൊരു എൻജോയ്മെൻ്റ് അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം.